നമസ്കാരം. പ്രധാന വാർത്തകൾ. റിയാസി ഭീകരാക്രമണം അന്വേഷണം NIAക്ക് കൈമാറി. ജമ്മുകാശ്മീരിലെ റിയാസി ഭീകരാക്രമണത്തിന്റെ അന്വേഷണം NIAക്ക് കൈമാറി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് നടപടി. തുടർച്ചയായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷമാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് അന്വേഷണത്തിന്റെ ചുമതല കൈമാറിയത്. റിയാസിൽ ബസിന് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടിരുന്നു. റിയാസി ജില്ലയിൽ ശിവ്കോരി ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസിനു നേരെയാണ് ആക്രമണമുണ്ടായത്. വീട് നിർമ്മാണത്തിനായി മണ്ണ് മാറ്റുന്നതിനിടെ മരം കടപുഴകി വീണു. വയോധികയ്ക്ക് ദാരുണാന്ത്യം. പെരുമണ്ണ അരമ്പച്ചാലിൽ വലിയ പന കടപുഴകി ദേഹത്തേക്ക് വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചിരിതക്കുട്ടിയാണ് മരിച്ചത്. 85 വയസ്സായിരുന്നു. ഇവരുടെ തൊട്ടടുത്ത പറമ്പിൽ വീട് നിർമ്മാണത്തിനായി JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുമ്പോഴായിരുന്നു അപകടം. വീടിന് പുറത്തു നിൽക്കുകയായിരുന്ന ചിരിതക്കുട്ടിയുടെ ശരീരത്തിലേക്ക് പനയുടെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് അപകടമുണ്ടായത്. സമീപത്തുണ്ടായിരുന്ന മകൻ വിനോദിന്റെ 5 വയസ്സുകാരിയായ മകൾ ആരാധനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ല. ചിരിതക്കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നിർത്തിയിട്ട ബസിന് നേരെ കാട്ടാനാക്രമണം. വയനാട് ജില്ലയിലെ മുത്തങ്ങ തകരപ്പാടിയിൽ നിർത്തിയിട്ട സ്വകാര്യ ബസിന് നേരെ കാട്ടാനാക്രമണം. ബത്തേരി പൊൻകുഴി റോഡിൽ സർവീസ് നടത്തുന്ന എമിറേറ്റ്സ് ബസ്സാണ് കാട്ടാനാക്രമിച്ചത്. മുൻഭാഗത്തെ ഗ്ലാസ് പൂർണ്ണമായും കാട്ടാനയുടെ ആക്രമണത്തിൽ തകർന്നു. കല്ലൂർ പുത്തൻചിറക്കുന്നിൽ KM മർവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബസ്. ബംഗാൾ ട്രെയിൻ അപകടം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച റെയിൽവേ. ബംഗാളിൽ കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം ട്രെയിൻ അപകടത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തി. കഴിഞ്ഞ 10 വർഷമായി റെയിൽവേ മന്ത്രാലയത്തിൽ കെടുകാര്യസ്ഥതയാണെന്നും സ്വയം പ്രമോഷന്റെ വേദിയാക്കി റെയിൽവേ മാറ്റിയെന്നും ഖാർഗെ വിമർശിച്ചു. ബിലിവിയസ് ചർച്ചിന്റെ പുതിയ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മോർ തിയോഫിലിസ്. ബിലിവിയസ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മോർ തിയോഫിലിസ് മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുത്തു. തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് ചേർന്ന സിനഡ് യോഗത്തിലാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. ചെന്നൈ ഭദ്രസനാധിപനായിരുന്നു ഡോക്ടർ സാമുവൽ മോർ തിയോഫിലിസ് മെത്രാപ്പൊലീത്ത. സ്ഥാനാരോഹണ ചടങ്ങ് ഈ മാസം 22-ന് നടക്കും.